കേന്ദ്ര ബജറ്റ് വരുന്നു. ബജറ്റിന് മുന്നോടിയായി ഓഹരി വിപണികളിൽ ആശങ്ക പ്രകടമാണെങ്കിലും അനുകൂല പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിക്ഷേപകർ. നികുതി ഇളവുകൾ, അടിസ്ഥാന വികസന രംഗത്ത് കൂടുതൽ ചെലവിടൽ, അങ്ങനെ വിപണിയിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഈ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പൊതുവെ നിലനിൽക്കുന്നു. നിക്ഷേപകരുടെ കണ്ണീരിനും പുഞ്ചിരിക്കും എല്ലാം സാക്ഷിയാവാറുള്ള ദലാൽ സ്ട്രീറ്റിലേക്കുള്ള വഴിയിലാണ്. ബാങ്കിംഗ് നിക്ഷേപങ്ങളിൽ നിന്ന് മാറി ഓഹരി വിപണി അടിസ്ഥാനമാക്കിയുള്ള നിക്ഷേപങ്ങളിലേക്ക് ജനം കാര്യമായി തിരിയുന്ന കാലവുമാണ്. ഒടുവിലെ ബജറ്റിൽ ഹ്രസ്വകാല, ദീർഘകാല മൂലധന ലാഭത്തിൽ നികുതി വർധനവ് നടപ്പാക്കിയതടക്കം നിക്ഷേപകരെ ചൊടിപ്പിച്ച പല തീരുമാനങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണത്തെ ബജറ്റിനെ കരുതലോടെയാണ് വിപണി സമീപിക്കുന്നത്. GDP വളർച്ച 4 വർഷത്തെ താഴ്ന്ന നിരക്കിൽ, ആഭ്യന്തര ഓഹരി സൂചികകളാവട്ടെ 7 മാസത്തെ താഴ്ന്ന നിലയിൽ. ബജറ്റിനോട് അടുക്കുമ്പോൾ പൊതുവെ കാണിക്കാറുള്ള ഉണർവ് വിപണിയിൽ ഇല്ല. ചൈനയിലായിരുന്നു കൂടുതലും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ പൈസ നിക്ഷേപിച്ചിരുന്നത്. അവിടെ ഒരുപാട് കോവിഡുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു 2-3 വർഷം കണ്ടിന്യൂ ചെയ്തു. ആ ഒരു സമയത്ത് ഇന്ത്യ ആയിരുന്നു ഏറ്റവും നല്ലൊരു മാർക്കറ്റായി ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് കണ്ടിരുന്നത്. അതുകൊണ്ട് ആ ഗ്ലോബൽ ക്യാപിറ്റൽ കൂടുതലും വന്നിരുന്നത് ഇന്ത്യയിലേക്കായിരുന്നു. ആ ഒരു ഇന്ത്യയുടെ ഒട്ടുമുക്കാൽ ഈ പറയുന്ന കമ്പനികളുടെയും ഷെയർ പ്രൈസിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിദേശ നിക്ഷേപം കൂട്ടത്തോടെ തിരിച്ചു പോകുന്നത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളുടെ പ്രവർത്തന റിപ്പോർട്ടുകളും ആശങ്കയാണ്. വിപണിയിലേക്ക് പണം എത്തിക്കാനും നിക്ഷേപങ്ങൾക്ക് പ്രോത്സാഹനം നൽകാനുമുള്ള പദ്ധതികൾ സർക്കാരിൽ നിന്ന് വേണം. ആദായ നികുതിയിലും കോർപ്പറേറ്റ് നികുതിയിലും ഇളവ് പ്രതീക്ഷിക്കുകയാണ് നിക്ഷേപകർ. വിപണിയിലേക്ക് കൂടുതൽ പണം എത്താനും കമ്പനികളുടെ ലാഭക്കണക്ക് കൂട്ടാനും ഇത് വഴിതെളിക്കും. മൂലധന ചെലവിടൽ അഥവാ ക്യാപെക്സ് തുക മുൻവർഷത്തേക്കാൾ കൂട്ടിയാൽ അതും ആഭ്യന്തര വിപണിയെ സഹായിക്കും. അടിസ്ഥാന വികസനം, ആരോഗ്യം, ഗ്രാമവികസനം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ ചെലവിട്ടാൽ അത് പോസിറ്റീവായി നിക്ഷേപകർ കാണും. സർക്കാർ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും ഓഹരി വിറ്റഴിക്കലും പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാക്കും. മുമ്പ് പ്രഖ്യാപിച്ച സമാന പ്രഖ്യാപനങ്ങൾ പൂർണ്ണമായി ലക്ഷ്യം കണ്ടിട്ടില്ലെങ്കിലും സ്റ്റാർട്ടപ്പുകൾക്കും മറ്റും നൽകുന്ന പിന്തുണ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയ്ക്കും. ഓഹരി വിപണിയിൽ നിന്നുള്ള ലാഭത്തിൽ ഇനിയും കൂടുതൽ നികുതി ഭാരം നിക്ഷേപകർ ആഗ്രഹിക്കുന്നില്ല. സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നുമുള്ള നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ സാഹചര്യം ഒരുക്കുകയാണ് ബജറ്റിലൂടെ വേണ്ടതെന്ന് നിക്ഷേപകർ ഒരുപോലെ പറയുന്നു. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.